MD വാസുദേവൻ നായർ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത ഡയലോഗുകൾ കേട്ടുപഠിച്ചാണ് മമ്മൂട്ടി വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ചതെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. മറിമായം ടീമിൻ്റെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ പൂജാവേളയിൽ ആശംസാ പ്രസംഗം നടത്തുമ്പോഴാണ് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ സിനിമയിൽ 40 വർഷമായി നിൽക്കുന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് സത്യൻ അന്തിക്കാട് പറഞ്ഞത്. മണികണ്ഠൻ, വിനോദ് കോവൂർ അടക്കമുള്ള താരങ്ങളെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദേശത്തിൻ്റെ 2ാം ഭാഗം ചെയ്യാത്തതിന് കാരണം സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളെല്ലാം തന്നെ അതാത് സമയത്ത് മറിമായം ടീം ചെയ്യുന്നതുകൊണ്ടാണെന്ന് സത്യൻ അന്തിക്കാട് പറയുന്നു. മറിമായം ടീം സിനിമയിൽ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും ആത്മസമർപ്പണത്തോടെ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണെന്നും മറിമായം ടീമിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സത്യൻ അന്തിക്കാട് പറഞ്ഞു. മറിമായം ടീം സിനിമയിലേക്ക് കടന്നു വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. മറിമായം ടീമിന് അറിയാം ഞാൻ അവരുടെ ഒരു ആരാധകനാണ്. പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണികണ്ഠൻ അടക്കമുള്ള താരങ്ങളെ ചെറിയ തോതിലൊക്കെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിനോദ് കോവൂറിനെ ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് അങ്ങോട്ട് കയറി പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ച് പോകാറുണ്ട്. അതിലെ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് സുപരിചിതമാണ്. സ്നേഹ ഒക്കെ അതിശയകരമായി അഭിനയിക്കുന്നവരാണ്. കഴിഞ്ഞ എപ്പിസോഡ് അടക്കം അതിഗംഭീരമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായി സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നത് സന്തോഷകരമാണ്. അതിന് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത് നിർമ്മാതാവ് സപ്തതരംഗിനെയാണ്. മറിമായം ടീം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും അതവർ അവതരിപ്പിക്കുന്ന രീതിയുമാണ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്താറുള്ളത്. സന്ദേശത്തിന് ഒരു 2ാം ഭാഗം ഇല്ലാത്തത് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. 32 വർഷമായി സന്ദേശം ഇറങ്ങിയിട്ട്. പക്ഷേ ആ ധർമ്മം മറിമായം ടീം ചെയ്യാറുണ്ട്. സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത് നമുക്കൊരു സിനിമ ചെയ്യണം എന്ന് ശ്രീനിവാസനുമായി ആലോചിക്കുമ്പോഴേക്കും ഇവർ അത് ചെയ്തിരിക്കും. എന്നെ ക്ഷണിക്കാൻ വന്ന ഇവരോട് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും വെറുതെയല്ല 40 കൊല്ലം കഴിഞ്ഞും ഇവിടെ നിൽക്കുന്നത്. അവർക്ക് സിനിമയിലുള്ള അഭിനിവേശവും ആത്മാർത്ഥതയും കൊണ്ടാണ്. മമ്മൂട്ടി ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞാനും മമ്മൂട്ടിയും കൂടി വടക്കൻ വീരഗാഥ എന്ന സിനിമ തുടങ്ങുന്നതിന് മുൻപ് എറണാകുളത്തു നിന്നും തൃശ്ശൂർക്ക് യാത്ര ചെയ്യുകയായിരുന്നു. രാത്രിയാണ്. ഞാനൊരു ടാക്സി പിടിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വഴിക്കാണ്, ഞാൻ നിങ്ങളെ വിടാം. ഞങ്ങൾ 2 ആളും കാറിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ MDയുടെ ഒരു പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കഥാപാത്രം ചന്തുവാണ്. ഞാൻ കോഴിക്കോട് പോയി പുള്ളിയെക്കൊണ്ട് എൻ്റെ ഭാഗം മുഴുവൻ റെക്കോർഡ് ചെയ്യിച്ചു. എന്നിട്ട് അത് കാസറ്റിലിട്ടു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ അത് കേട്ടുപഠിക്കും. വടക്കൻ വീരഗാഥ തുടങ്ങുന്നതിന് എത്രയോ മുൻപ് ആ കാസറ്റ് കേട്ടിട്ട് മമ്മൂട്ടി ആ ഡയലോഗ് പറഞ്ഞു. മമ്മൂട്ടി ആ ഡയലോഗ് പറഞ്ഞു പഠിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇരുമ്പാണി തട്ടി മുളയാണി എന്നൊക്കെയുള്ള MDയുടെ ഡയലോഗ്. അപ്പോൾ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളത്. മറിമായത്തിലെ എല്ലാവരും നന്നായി പരിശ്രമിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. മലയാളത്തിൽ ഈ സിനിമ വലിയൊരു തരംഗമാകട്ടെ എന്ന് ആശംസിക്കുന്നു, സത്യൻ അന്തിക്കാട് പറഞ്ഞു.